എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ആദർശ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവരെ എണീറ്റിട്ടില്ല. അതാ ഇപ്പം എണീറ്റിട്ടുണ്ട്, വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചായപ്പണിയിലാണ് കേട്ടോ. അവിടെ ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കി നല്ല ഭംഗിയുണ്ട് കാണാം. അപ്പോൾ എനിക്കൊരു വ്ളോഗ് എടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ദോശയും മുട്ടക്കറിയും ചായ വെച്ചു. മുട്ടക്കറി എണ്ണീന് ദോശ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുള്ളൂനി പണി. പിന്നെ വിൻഷാട്ട് അതപ്പോൾ ബീഫ് വാങ്ങാൻ പോയിട്ടുണ്ട്. വിൻഷാട്ടിന് ഇന്ന് വർക്കുണ്ട്. അപ്പോൾ ബീഫ് വാങ്ങി എന്നിട്ട് ചായ കുടിച്ചിട്ട് പോവും. ഉച്ചയ്ക്ക് വിസിറ്റ് ആയതുകൊണ്ട് കഴിക്കാൻ വരാൻ പറ്റുകയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് കഴിക്കുന്നുണ്ടാവുക. ഫുഡ് കൊണ്ടുപോകണ്ടെന്ന്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിൻഷാട്ട് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. ഞങ്ങൾ കുറച്ച് പേര് അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെ. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ അങ്ങനെ ആക്കിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയാവുന്ന എനിക്കൊരു പ്ലാനില്ല, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അറിയില്ല കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ പരിപാടികൾ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ മുട്ടക്കറി. ഞാനിപ്പോൾ ഒരു 3 ടൈപ്പിൽ മുട്ടക്കറി വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. നോർമലി ഞാൻ എപ്പോഴും വെക്കുന്നത് വെറുതെ ഉള്ളി വാട്ടി അങ്ങനെ ഒരു ടൈപ്പിൽ നല്ല റെഡ് കളറിൽ വരുന്ന രീതിയിലാണ് വെക്കാറ്. പിന്നെ ഒരു വട്ടം അന്ന് കണ്ടുമല്ലോ തേങ്ങ അരച്ചിട്ടൊരു ടൈപ്പ്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ടൈപ്പിലാട്ട് ഈ ഒരു മുട്ടക്കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇനി ഇത് വെക്കുമ്പോൾ ഷോർട്സ് ആക്കിയിട്ട് ഇനി ഇടാൻ നോക്കാം കേട്ടോ. എനിക്ക് കാണാൻ നല്ല ഭംഗി തോന്നിയത് വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറി നല്ല റെഡ് കളറിൽ ഇതിൽ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചൊഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറിലല്ലേ വരാറ്. അപ്പോൾ അങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കണത്. എനിക്കും എല്ലാവർക്കും ചൂടോടക്കനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആര് പറഞ്ഞു വേണ്ടടി നമുക്ക് ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ, ഇപ്പോൾ ഓരോരുത്തർ കഴിക്കാതിരിക്കുമ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരില്ല, അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്നിച്ചുണ്ടാക്കാം എന്നിട്ട് വെക്കാം, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിൻഷാട്ടിനുള്ളത് ചൂടോടക്കനെ കൊടുത്തു, കാരണം വിൻഷാട്ടിന് പോകേണ്ടതല്ലേ. അപ്പോൾ വിൻഷാട്ടിനുള്ളതാണ് ഞാൻ ഈ മൊരിയിപ്പിച്ചെടുക്കണത് കേട്ടോ. പിന്നെ ആർക്കൊക്കെ ഇഷ്ടം അങ്ങനെ മൊരിയിപ്പിക്കണേക്കാ ഇഷ്ടം അവൾക്ക് കൂടുതൽ മറ്റേ അപ്പം പോലെ കട്ടിയിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ആവി കയറ്റിയിട്ടുള്ളത് അതാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ നല്ല ദോശപ്പണിയിലാണ്. അപ്പോൾ ആര്യായിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അവളോട് ഞാൻ മറ്റേ തരത്തിലെടുക്കാൻ പറഞ്ഞത്. അവൾ ഷോർട്സാന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു അവൾ ഇങ്ങനെയായിട്ടേക്ക് വീഡിയോ എടുത്തത്. അതാണ് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ എടുക്കുന്നത്. പിന്നെ ആദർശ് എനിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഫോണിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വിൻഷാട്ടൻ വേഗം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു കേട്ടോ. അപ്പോൾ ആദർശിനോട് ഞാൻ വേഗം പല്ലേച്ചു വന്നിട്ട് വിൻഷാട്ടൻ്റെ ഒപ്പം കഴിച്ചോ എന്നൊക്കെ പറയണം. അപ്പോൾ അവൻ എന്തോ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിൻഷാട്ടൻ പോയിട്ട് പോണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആർക്കും ആദർശിനുള്ളത് ഞാൻ വിളമ്പി വെച്ചു കേട്ടോ. ചായയും എല്ലാ കാര്യങ്ങളും കൊടുന്ന് വെച്ച് കൊടുത്തു. പിന്നെ എനിക്ക് മുട്ടക്കറി എത്ര കണ്ടാലും മതി വരണ്ടില്ല, ഇങ്ങനെ ഇളക്കി ആ മുട്ടയുടെ ഭംഗി ഇങ്ങനെ കാണാൻ തോന്നും. പിന്നെ ഞാൻ വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനെ വലിക്കണത് കാര്യമാക്കണം, നല്ല മൂക്കടപ്പും ജലദോഷവും ഉണ്ട്. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. തേജപ്പൻ ഇട്ടിട്ടില്ല കേട്ടോ. തേജപ്പൻ നല്ല ഉറക്കമാണ്, കാരണം രാത്രി ഒരുപാട് വൈകിട്ടാണ് കഴിച്ചേക്കണത്. പിന്നെ ഞാൻ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാ ഞാൻ പിന്നെ കഴിക്കാൻ ഇരിക്കാനത്. പിന്നെ ഞാൻ ഇത്ര നേരത്തെ കഴിക്കില്ലല്ലോ, ഞാൻ കഴിക്കുമ്പോൾ എങ്ങനെയാലും 10-11 മണിയാവും. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ വിശപ്പില്ല. പിന്നെ ഞാൻ വേഗം തേജപ്പൻ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ തേജപ്പനെ കുളിപ്പിച്ചു പല്ലേപ്പിച്ചു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ കൊടുത്തേക്കട്ടെ. അപ്പോൾ അവൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവനെ കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ വേഗം അടിച്ചോരി തുടയ്ക്കാൻ നിന്നു. അല്ലെങ്കിൽ അവന് കഴിക്കാൻ കൊടുക്കാമായിരുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ലാഗോ. അപ്പോൾ അവൻ കഴിക്കുന്നത് കഴിച്ചോട്ടെ, പിന്നെ ഞാൻ കഴിക്കുമ്പോൾ എക്സ്ട്രാ കൊടുക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ അവനവിടെ ഇരുത്തി അവരിന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ആദർശം ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഒപ്പം. അപ്പം അങ്ങനെ ഇരുന്നു. ഞാൻ വേഗം അടിച്ചൊരു തുടക്കാനുള്ള പരിപാടിയിലാട്ടോ. ആര് പിന്നെ ചായയോടി കഴിഞ്ഞപ്പോൾ എനിക്ക് വേഗം ബീഫൊക്കെ കഴുകി വെച്ചേരാട്ടോ. ഓൾറെഡി കട്ട് ചെയ്ത് കൊടുന്ന ബീഫായിരുന്നു, അപ്പോൾ കഴുകാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവൾ വേഗം നന്നായി കഴുകി എടുത്ത് വെക്കല്ലേ കഴുകി സെറ്റാക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് തുടയ്ക്കാൻ പോവാട്ടോ. അങ്ങനെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്ക് ആര് ബാക്കി കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടിരുന്നിട്ട് എൻ്റെ കുളി ഞാൻ കഴിഞ്ഞോട്ടാ. ഞാൻ വേഗം കുളിച്ചു, തിരുമ്പാണ്ടായിരുന്നു, അതൊക്കെ തിരുമ്പിയിട്ട് ഞാൻ കുളിച്ചു. ഇനി ഇത് ചായ കുടിക്കായിരുന്നു കേട്ടോ. ദോശയും മുട്ടക്കറിയും ചായ കുടിച്ചിട്ട് ഇനി നമുക്ക് ബീഫ് കറിയിലേക്ക് പോകണം കേട്ടോ. പിന്നെ ചോറ് ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. ചോറ് ചാക്സെല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. തേജപ്പൻ കഴിച്ച സ്ഥലം തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്ത 2 മണിക്കൂർ ഇരുന്നിട്ട് അവൻ കഴിക്കുക. ബാലവേല. ഞാൻ കുളിച്ച് വരുമ്പോഴേക്ക് ആര്യ ഇവിടെ ചെറുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ വേറെ സെപ്പറേറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി നമുക്ക് വെറുതെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് കുറച്ചാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളിത് കുറച്ചിങ്ങനെ വെറുതെ ഇടാൻ വേണ്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പച്ചമുളകും തക്കാളിയൊക്കെ ഞാൻ കൈയോടെ അപ്പോഴേക്കെപ്പോഴും അരിഞ്ഞിടാച്ചിട്ടാണ്. പിന്നെ നമുക്ക് സബോള അരിയാണ്ട് ഞാൻ ഫുൾ ആദ്യം വിചാരിച്ചത് നമ്മുടെ ചെറുള്ളി കൊണ്ട് ഉണ്ടാക്കാമെന്നായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു വേണ്ട നമുക്ക് സബോള കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ 2 സബോള ഞാൻ എടുത്തിട്ട് ഇപ്പോൾ വേഗം അരിയാൻ പോവാണ് കേട്ടോ.
അങ്ങനെ ഇതേ ഞാൻ സബോള അരിയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഞാൻ കുറേ ചിന്തിച്ചു കൂട്ടാ കുറേ മാറ്റങ്ങൾ. കാരണം നമ്മുടെ വീട്ടിൽ ഇതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഒരു സൈഡിൽ മാറിക്കും. മൊത്തമായിട്ട് നമ്മളെല്ലാം ചെയ്തിട്ട് എനിക്ക് പരിചയമില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൊതുവേ ഇപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോലെ അമ്മേനെ ആരെങ്കിലുമൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. ഇത് ഭാര്യ ആദർശമാണെങ്കിലും കൂടി ഒരു അതിഥികൾക്കുള്ള എന്തിട്ടാ ഫുഡും കാര്യങ്ങളും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു വീട് നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ തോന്നിയിട്ടാ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇനി പതിയെ ഇങ്ങനെ സെറ്റ് ആവും. പിന്നെ ഇത് അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുളി കഴിഞ്ഞു. ആദർശിൻ്റെ അവളൊക്കെ കഴുകുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഓൾറെഡി മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ബീഫ് കറി വെക്കാൻ കിടന്നിരിക്കുകയാണ്. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് വെക്കണത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു വട്ടം ബീഫിൻ്റെ പാർട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മോഡലിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ബീഫ് കറിയും വെച്ചിട്ട് കുക്കറിലാണ് വെക്കണത്. കുക്കർ ഇതേ നമ്മൾ ചൂടാക്കാൻ നല്ല ചൂടാവണം കേട്ടോ കുക്കർ. അപ്പോൾ എനിക്കിത് സ്റ്റീൽ അത് അലുമിനിയം എന്താ പറയുന്നത്, ഈ ഒരു കുക്കറായിട്ട് എനിക്ക് അടി പിടിക്കുന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഒരു വട്ടം വെച്ചപ്പോൾ എനിക്ക് പിടിച്ചിട്ടില്ല, സീനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിക്കണത്. നേരെ മുകളിൽ ആരുടെ ഫോണിൽ ഞാൻ നമ്മുടെ യൂട്യൂബിൽ ചാനലോ ഏതോ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ഓണാക്കി വെച്ചിട്ടാണ് ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യണത്. ഒരു വട്ടം ഉണ്ടാക്കിയെങ്കിൽ പോലേക്ക് വലിയ ഓർമ്മ ഉണ്ടായിരുന്നില്ല, എന്നോ ഒരു വട്ടം ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടി ഓണാക്കി വെച്ചിട്ടിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി. അപ്പോൾ അതിലേക്ക് ഞാൻ ഉലുവയായിട്ട് ഇടുന്നത്. അപ്പോൾ അവർ പറയേണ്ട ഉലുവ ഇട്ട ഒരു പ്രത്യേകത ടേസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ശകര ഉലുവ ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും വാരി വലിച്ചിടരുത്, കുറച്ചൊന്നും. നമുക്ക് ഉലുവയ്ക്കൊരു കയ്പല്ലോ. അങ്ങനെ ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ സബോളയായിട്ട് ഇടുന്നത്. 2 സബോളയായിട്ട് എടുത്തുള്ളൂ. 2 ഞാൻ അരിയുമ്പോൾ പറഞ്ഞത് 2 സബോള ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് തോന്നി ഇവള് ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുള്ളിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ അല്ലേ, ചെറിയ ചുവന്നുള്ളിയുടെ. അപ്പോൾ ഞാൻ 2 സബോളയും പിന്നെ ഒരു കൈ പിടിയായിട്ട് ഓവറായിട്ടില്ല കേട്ടോ, അത് ഇത്ര നമ്മുടെ നുറുക്കാണ്ട് വെറുതെ നന്നാക്കിയിട്ട് കഴുകിയിട്ട് അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2.5 കണക്കായില്ലോ. അപ്പം അങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് അത് നന്നായി വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒറ്റയടിക്ക് ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഒന്ന് വാടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഉപ്പിട്ട് കൊടുത്തേക്കണത്. സത്യം പറഞ്ഞാൽ മറന്നതാട്ടോ ഉപ്പിടാൻ. അപ്പോൾ അത് ഇട്ടിട്ട് ഒന്നും കൂടി ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ ഒരു രൂപമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി ഞാൻ വഴറ്റാൻ നിന്നില്ല, ഇതിങ്ങനെ ഒന്ന് ആക്കി എടുക്കുക ചെയ്തുള്ളൂ. ഇനി നമ്മുടെ തക്കാളിയും കൂടി ഇടണ്ടേ. അങ്ങനെ അതൊന്നും ആയതിന് ശേഷം ഞാൻ ഗ്യാസ് കൂട്ടിയിട്ടിട്ട് വീണ്ടും നിന്ന് ഇളക്കുന്നുണ്ട്. എനിക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് അവള് ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചതച്ചിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വെറുതെ ഇടിച്ചു കൊടുത്തു കേട്ടോ. നുറുക്കല്ല ചെയ്തത്, അതിൻ്റെ കൂടെ ഒന്ന് വെറുതെ ഒരലിട്ടിട്ട് 2 ഇടി കൊടുത്തു. അപ്പോൾ ഒന്നിങ്ങനെ ഒരു വേറെ ഒരു ഇതിൽ വരുമല്ലോ, അങ്ങനെ ഒരു ടൈപ്പിലാക്കിയിട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ല വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചിലവർ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ടിട്ട് വഴറ്റിന് കാണാം. അപ്പോൾ ഞാൻ അത് ചെയ്തില്ല, ചിലപ്പോൾ അത് അടി പിടിച്ച് ആകെ കൊളാവും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം സബോള വഴറ്റിയിട്ട് അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടേക്കണം. പിന്നെ അത് ഇടയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ഇളക്കലിനാട്ട പണി. അങ്ങനെ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ചേരുവകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഒരു 3/4 സ്പൂണ് എന്നൊരളവിലൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കണത്. എനിക്ക് പൊടികൾക്ക് സത്യം പറഞ്ഞാൽ വലിയ അളവില്ല കേട്ടോ. അവർ പറയുന്ന പോലെയല്ല, ഞാൻ എൻ്റെ ടേസ്റ്റിന് ഇടാറുണ്ട്. പിന്നെ 2.5 സ്പൂണോളം ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ്, യൂട്യൂബിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇട്ടേക്കണത്. 2.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ അവസാനത്തേക്ക് ഇത് വീണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവസാനത്തേക്ക് ഞാൻ ഇത്തിരി കൂടി കൂടുതൽ ഇടുന്നുണ്ട് നമ്മുടെ ആ ഒരു ടേസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ബീഫ് മസാല 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂണാണോ ടീസ്പൂണാണോ എന്ന് ചോദിച്ചാൽ അപ്പയ്ക്ക് കറക്റ്റ് അറിയില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് സ്പൂണാണോ ടീസ്പൂണാണോ എന്ന് ചോദിച്ചാൽ എനിക്കതും അറിയില്ല. ഞാൻ എൻ്റെ എപ്പോഴും സ്പൂണ് ആ ഒരളവാട്ടെ പറയാറ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ആട്ടെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചൊന്ന് ഒറ്റിച്ച് കൊടുത്തത്. നമ്മൾ ഫസ്റ്റ് ഓയിലാണ് ഒഴിച്ചത്. അപ്പം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ശകലം വെളിച്ചെണ്ണ ഞാൻ മുകളിൽ കൂടെ ഒറ്റിച്ചിട്ട് ആ മസാലയൊക്കെ നന്നായി പരട്ടി സെറ്റാക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇതേ കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമ്മുടെ തക്കാളി ഏകദേശം 2 തക്കാളി തന്നെ, 2 വലിയ തക്കാളി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് എല്ലാതും അതിലേക്ക് ഇങ്ങനെ ഇളക്കി പരട്ടി സെറ്റാക്കിയിട്ട് ആ തക്കാളിയുടെ പച്ചച്ചോയ വിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അത് മൂടി വെക്കട്ടെ ചെയ്യണത് ഇങ്ങനെ. അപ്പം അങ്ങനെ ഇരുന്നിട്ടൊന്നും ഇങ്ങനെ തക്കാളി ഒന്ന് ഇങ്ങനെ സെറ്റായി വന്നോളും. പിന്നെ ഞാൻ അതിലേക്ക് ഇതേ കുറച്ച് നമ്മൾ 2 പച്ചമുളകല്ലേ ചതച്ചിട്ടിട്ടുള്ളൂ. ഇനി അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പച്ചമുളക് അരിഞ്ഞിട്ടാൽ ഈ ഒരു പച്ച കളർ കിട്ടും
കിട്ടില്ല. അതിങ്ങനെ വൈറ്റി പോയിട്ട് ഒരു ലൈറ്റ് കളറായി മാറും. അപ്പോൾ ഞാൻ ഈ ഒരു പച്ച കളർ വന്നൊരു ഭംഗി വേറെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ ഒന്ന് വൈറ്റി വന്ന് സെറ്റായതിന് ശേഷം കുറച്ചും കൂടി പച്ചമുളക് ഒരു 3-4 പച്ചമുളക് അങ്ങാണ്ട് എടുത്തിട്ട് നല്ല നീളനെ കുറേ അരിഞ്ഞുണ്ടാക്കിയിട്ടാ. അതറിയണ നേരം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ. ഏകദേശം ഈ ഒരു പരുവായി കഴിഞ്ഞാൽ ബീഫ് ഇട്ടിട്ട് എല്ലാതും കൊടുത്തു. എന്നിട്ട് അത് നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ഇളക്കിയെടുക്കൽ കുറച്ച് പണിവെട്ട പാടാട്ടോ. കാരണം ഇങ്ങനെയൊക്കെ താത്തി ഒരു വട്ടം തന്നെ അങ്ങോട്ട് തെറിച്ചു പോയി. ഞാനിങ്ങനെ അടിയിൽ കൂടെ കോരി ഇങ്ങോട്ട് പൊക്കിയതാണ് സംഭവം. മുകളിൽ കൂടെ ഒരൊറ്റ പോക്കാം. അപ്പോൾ കുറച്ച് പണിയാണ് ഈ ഇളക്കൽ. ഇങ്ങനെ എല്ലാതും പിന്നെ നമ്മൾ 1 കിലോയെ വെക്കാറുള്ളൂ ഇവിടെ. ഇതിപ്പോൾ 1.5-1.25 കിലോളം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം ഇളക്കി സെറ്റായി കഴിഞ്ഞ ഒരു സ്മെല്ല് വരും കേട്ടോ. നല്ല സ്മെല്ലാണ് വരിക. അത് കേട്ടിട്ടാ തോന്നുന്നു തേജപ്പനും ആദർശമൊക്കെ അത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേജുവിനെ എപ്പം ഞാൻ എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ. അപ്പോൾ കമ്പനിക്ക് ആരെയാണ് വീഡിയോ എടുത്ത് തരണമെങ്കിലും കൂടി ബോറടി ഇല്ല കേട്ടോ. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു തേജപ്പനെ കുറിച്ചിട്ടാവണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ചാറോട് വേണം എന്നുള്ള ഒരു പ്ലാനിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കും. പിന്നെ ഈ അരിഞ്ഞ് വെച്ച മുളക് ഞാനിത് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു പച്ചക്കളർ അതിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഇതിൽ കിടന്ന് അങ്ങോട്ട് വേവും ചെയ്യും. അപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഞാൻ ഇളക്കി കൊടുക്കട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിലേക്ക് വെള്ളം ഇട്ടാ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടാട്ടോ ഒഴിക്കണത്. പച്ചവെള്ളം ഒഴിക്കണത്. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചാറോടക്കനെ വെക്കാനുള്ള പ്ലാനിലാണെങ്കിൽ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണ്ടെന്നാട്ടോ പറയണത്. അപ്പോൾ എനിക്ക് ചാറും കൂടി വേണമെന്നുണ്ട്. ചോറിലേക്ക് നമ്മൾ വേറെ കറി സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചാറും ഈ ബീഫ് എന്താ പറയുക കുറച്ച് ഇതിലത്തെ ചാറ് മുക്കിയിട്ട് അത് കൂട്ടാൻ പോലെ എടുക്കാനും ബാക്കി ബീഫ് നമ്മൾ വരട്ടിയ പോലെ ആക്കാനുള്ള ഒരു പ്ലാനിലാട്ടോ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പിറ്റേന്നൊക്കെയാണ് വരട്ടിയത്. എന്നാലും ഞാൻ കാണിച്ചറിയാം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ചെയ്തെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതേ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല. കുറച്ച് എടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കണത്. അല്ലെങ്കിൽ ഇളക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തെറിക്കും. പാത്രം നിറച്ചായിട്ടുണ്ടല്ലോ. പെട്ടെന്ന് കയ്യിൽ ഇങ്ങനെ തെറിക്കുമ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ ആവും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് സംഭവം സെറ്റ് ചെയ്യണത്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ മാറ്റങ്ങൾ ആലോചിക്കട്ടെ. കാരണം ആദ്യമൊക്കെ നമ്മൾ വീട്ടിൽ ഞാനും ആരെയും അമ്മയും അച്ഛനൊക്കെ ഉള്ള ആ വീട്ടിലിട്ട് അവിടെ ആകുമ്പോൾ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞൊക്കെ മുന്നേട്ടാ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങളെ ഗ്യാസൊന്നും കത്തിപ്പിച്ചിടുന്നില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കി ഗ്യാസിമൊന്നും കളിക്കാൻ നിൽക്കരുത് കേട്ടോ, ഒന്നും വെക്കാനോ നിൽക്കണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്യാസ് കത്തിക്കാനൊക്കെ പഠിച്ചേക്കണത് ഏതാണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടോ അതോ പ്ലസ് ടു കഴിഞ്ഞിട്ടാവാനാ ചാൻസ്. പ്ലസ് ടു വരെ ഞാൻ അടുക്കളയിൽ ഒന്നും കയറ്റിയിടുന്നില്ല കേട്ടോ. പഠിച്ചോട്ടെ എന്നുള്ളൊരു പേരിൽ. പക്ഷെ ഞാൻ പഠിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസ് എന്ന് പറയുമ്പോൾ അച്ഛൻ ഞങ്ങളെ പേടിപ്പിക്കുകയായിരുന്നു ചെയ്യുക. ഗ്യാസുമ്പോൾ കളിക്കരുത് കേട്ടോ, ഗ്യാസ് പൊട്ടിത്തെറിക്കും, ഗ്യാസ് തിരിക്കാൻ പറ്റരുത്. എൻ്റെ അമ്മ എനിക്ക് ഗ്യാസ് തിരിച്ചിട്ട് കത്തിക്കാൻ എനിക്കായാലും എന്നാൽ പിന്നെ ആര്യ തോന്നുന്നു കുക്കിങ്ങിലൊക്കെ ഒന്ന് മുന്നിക്ക് നിന്നിടുന്ന ആളാ ഒരു ടൈമിൽ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വട്ടം ഞാനും ചിന്നമ്മ ഉണ്ട് കേട്ടോ. എൻ്റെ അവിടെ അടുത്തുള്ള ഞങ്ങളുടെ കസിൻസ് തന്നെ കേട്ടോ. അവളിതുപോലെ എന്തോ കൊടുന്നിട്ട് എന്തോ വെച്ചോക്കാടി പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊടുന്നുണ്ട്. കക്കയോ അങ്ങനെ എന്തോ ഒരു സംഭവം. എന്നിട്ട് അവൾക്ക് ഓർമ്മ ഉണ്ടോ ചോദിച്ചൊക്കെ അറിയില്ല. പക്ഷെ എനിക്കിപ്പോൾ നല്ല ഓർമ്മ ഉണ്ടത്. എന്നിട്ട് ഗ്യാസ് കത്തിക്കാൻ പറഞ്ഞപ്പോൾ ഗ്യാസ് കത്തിക്കാൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവൾക്കും അതെ. എന്താ വെച്ചാൽ അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടി പൂട്ടേണ്ട സംഭവം കിട്ടണില്ല. അടി പൂട്ടില്ല. അമ്മ അടി പൂട്ടിയിട്ടാ പോവുക. ഞങ്ങളെനി ചെറിയ കുട്ടികൾ ഇപ്പോൾ തേജുവിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ നോക്കുക. അതുപോലെ ആയിരുന്നു ഗ്യാസുമ്മയ്ക്ക് തന്നിരുന്ന കയറിങ്. അടി പൊട്ടിയിട്ട് പോവും. ഞങ്ങളെങ്ങാനും അറിയാണ്ട് അങ്ങോട്ടും കൂടെ ഒക്കെ തിരിച്ചു വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാ. എന്നിട്ട് ഞങ്ങൾ അടുപ്പുമ്മ എന്താ പറയുക തീപ്പെട്ടി പൊള്ളിയൊക്കെ ഉരച്ചിട്ടൊക്കെ കത്തിച്ചിട്ട് ആ കക്ക വരട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. ചിന്നമൂന് കുറച്ചൊക്കെ കുക്കിങ്ങൊക്കെ ആ പ്രായത്ത് അറിയാമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു ABCD ഇതിൻ്റെ അറിയണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ തന്നെയൊക്കെ കുക്ക് ചെയ്ത് ബീഫൊക്കെ വെക്കുക പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കലക്കി കുടിച്ചു. പിന്നെ ഞാൻ കച്ചമ്പറിനുള്ളത് അരിഞ്ഞു, കച്ചമ്പർ ഉണ്ടാക്കി. കച്ചമ്പർ തന്നെയല്ല പറയാം, എൻ്റെ അവിടെ സർലാസ് എന്നാട്ടോ തന്നെ പറയുക. വിൻഷാട്ടിൻ്റെ അവിടെയാണ് കച്ചമ്പർ എന്ന് പറയുക. ഞാൻ അങ്ങനെ കച്ചമ്പറന്നാക്കി ഞാനും. അപ്പോൾ ഇതിൽ ഞാൻ മോരൊഴിച്ചിട്ടുണ്ട്, കുറച്ച് സുറുക്ക് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി, പച്ചമുളക്, സബോള ഇട്ടിട്ടാണ് ഇങ്ങനെ കച്ചമ്പർ സെറ്റ് ചെയ്തേക്കുന്നത്. ആദർശിന് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത്. അവന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബീഫിൽ വിസിൽ എത്ര അടുപ്പിച്ചെന്ന് ഞാൻ പറഞ്ഞുതരാട്ടാ. ഞാൻ ആ കഥ പറഞ്ഞതിൻ്റെ ഇടയിൽ ബീഫിൽ വെള്ളം ഒഴിച്ചത് പറഞ്ഞല്ലോ. പാകത്തിന് ഒഴിച്ച് എത്ര വേണ്ടി അതിനനുസരിച്ച് ഒഴിച്ചു. എന്നിട്ട് ഇതിൽ ഞാൻ അവർ വീഡിയോയിൽ 5 വിസിൽ നടന്നു പറഞ്ഞത്. ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കുക, പിന്നെ സിമ്മിലിട്ടിട്ട് നമ്മൾ 4 വിസിൽ അടുപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ വെള്ളം കുറച്ച് കൂടുതലുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒന്നും കൂടി കുറുകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 വിസിൽ 2-3 വിസിൽ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ഏകദേശ കണക്ക് 4-5 വിസിൽ അത്ര വേണ്ടു. അത് ഫസ്റ്റ് വിസിൽ മാത്രം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് അടിക്കുക. ബാക്കി 4-5 വിസിൽ നമ്മൾ സിമ്മിലിട്ടിട്ട് അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അതിനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എൻ്റെ അടിയൊന്നും പിടിച്ചിട്ടില്ല, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കറക്റ്റ് 5 വിസിൽ അടുപ്പിച്ചാൽ മതി. ഒറ്റ വിസിൽ ഫുൾ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ ലോ ഫ്ലെയിം അല്ല സിമ്മിലിട്ടിട്ട് അതും അടുപ്പിക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കണത് സുർക്കയാട്ടാ. സുർക്കേനെ വിനാഗിരി എന്നൊക്കെ പറയണ്ടാവും കേട്ടോ, നമ്മളിവിടെ സുർക്കാന്നും പറയും. ഈ സാധനം ഞാൻ 2-2.5 മൂടി 2-1.5 മൂടിയൊക്കെയാണ് വേണ്ടു. ഞാൻ 2.5 മൂടി ഒഴിച്ചിട്ടുണ്ട്. അത്ര ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് എടുക്കട്ടെ ചെയ്യുക. അപ്പോൾ അതേ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതൊന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പുളി ഇതൊക്കെ എങ്ങനെയാ പാകമാണോ നോക്കുക. എന്നിട്ട് കുറവുള്ളത് എന്താ വെച്ചാൽ ഇട്ട് കൊടുക്കട്ടെ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ളവരാണ് എല്ലാവരും. അപ്പോൾ 2.5 സ്പൂൺ ഞാൻ പറഞ്ഞില്ലേ, 2.5 സ്പൂണാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇട്ടു. പിന്നെ അവസാനം ഞാൻ നമ്മുടെ രീതിയിലേക്ക് എന്താ വേണ്ടത് അത് കൂട്ടുക ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് മുളക് പൊടി കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടു. അതുപോലെ തന്നെ ബീഫ് മസാലയും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു തോന്നുന്നു. പിന്നെ ഉപ്പ് അതൊക്കെ ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ടേസ്റ്റിലേക്ക് നമുക്ക് ഓൾറെഡി വെച്ചിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്തുള്ള ടേസ്റ്റുകൾ അറിയാമല്ലോ, അതിൻ്റെ ഒരു ബേസിൽ ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടൊന്നും കൂടി സെറ്റാക്കി എടുക്കട്ടെ ചെയ്തത്. പിന്നെ ഞാനിത് ഒരു പാത്രം കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചു കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്നും ഇങ്ങനെ മൂടി വെച്ചു, ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒന്നിങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ സെറ്റാക്കിയിട്ട് അതിലേക്ക് ഇത് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മല്ലിയില കൊടുക്കുന്നുണ്ടായിരുന്നു, അതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ആ ചാറ് മാത്രം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി, എക്സ്ട്രാ ഉള്ള ചാറ് കേട്ടോ, അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പീസ് ഒരു 4-5 കണക്കൊക്കെ അറിയില്ല, എത്ര ഒരു കണക്കിന് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. വെറും വെള്ളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പോൾ ഈ പൊറാട്ടയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് കറി വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, കുറേ ചാറുണ്ടാവും, പേരിന് 4-5 കഷ്ണം എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും, അങ്ങനെയല്ല ഉണ്ടാവും. അതേപോലെ ഞാൻ ചാറെടുത്തു, പേരിന് ഞാൻ കുറച്ച് ബീഫിൻ്റെ കഷ്ണങ്ങൾ കൊടുത്തിട്ടു. ബാക്കി ഇതേ ബീഫ് ഞാൻ ഇങ്ങനെ വരട്ടിയിട്ടൊന്നുമില്ല, വല്ലാണ്ട് ഇങ്ങനെ കുറുക്കിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. പിന്നെ അതേ അങ്ങനെ അതൊക്കെ സെറ്റായതിന് ശേഷം എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ചെയ്തത്. വാൽപാത്രത്തിൽ ഞാൻ ചാറ് ഒഴിച്ച് വെച്ച് നമ്മുടെ ഇതൊക്കെ ഇട്ടേക്കുന്ന പാത്രമില്ലേ, നോർമലി നമ്മൾ ആ പാത്രം, ഈ പാത്രം കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, അത് എവിടുന്ന സെറ്റ് പാത്രം എത്ര റേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ളതാട്ടോ. 2-3 സെറ്റ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാറ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ ബീഫ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അതൊക്കെ ആരും അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ ഒപ്പം. അപ്പോൾ ഞാൻ മല്ലിയിലൊക്കെ എടുത്തിട്ട് എൻ്റെ വക ഡെക്കറേഷനൊക്കെ മുകളിൽ കൂടെ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ അവൾ പാത്രങ്ങളൊക്കെ ബാക്കിയുള്ളത് കുക്കറിൽ അരി ചോറിട്ട് കഴിക്കുക. വീഡിയോ എടുക്കരുത് കേട്ടോ, അത് പ്രത്യേകം പറഞ്ഞോട് ഞാൻ വീഡിയോ എടുക്കത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ അതേ ഞാൻ അവിടെ ക്ലീനാക്കി നമ്മുടെ അതിലൊക്കെ എന്താ പറയുക ചോറ് വിളമ്പാട്ട ക്ലീൻ ആക്കിയിട്ട് ചോറ് വിളമ്പി മേശമ്മ കൊണ്ടുവച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നോട്ടാ നമ്മുടെ ബീഫ് ഇത്. പിന്നെ ഇത് ചാറ് വേറെ കേട്ടാ. എനിക്ക് ഈ ചാറ് കണ്ടപ്പോൾ തന്നെ പൊറാട്ടയ്ക്ക് പറ്റിയ നല്ല കോമ്പിനേഷൻ ആട്ടോ തോന്നിയത്. പിന്നെ ഞാനത് ഈ ഒരു പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ആ പച്ചമുളക് ഞാൻ അവസാനത്തേക്ക് എടുത്തിട്ടത്. അതിൻ്റെ ഇടയിൽ നല്ല പച്ചക്കളർ കിടക്കണതാണ് നല്ല ഭംഗിയല്ലേ. പിന്നെ നമ്മുടെ കച്ചമ്പർ ഇതായിരുന്നു. അങ്ങനെ എല്ലാം വിളമ്പി ഇതെല്ലാവരും ചോറിനായിരിക്കും കേട്ടോ. തേജു ആദ്യം കയറിയിട്ടിരുന്നുണ്ട്, ആദർശൊക്കെ വന്ന ആദർശൻ്റെ ഒപ്പാണ് ഇരിക്കുക. പിന്നെ അവർ ഏതോ സിനിമ കാണുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവനും ഒപ്പം ഇരുന്ന് കാണുന്നുണ്ട്. തേജുവിന് ഭയങ്കര ഇഷ്ടമാണ് സിനിമകളൊക്കെ ഇരുന്ന് കാണാട്ടോ. അവൻ ഫുള്ള് കാണുമായിരുന്നിട്ട് സിനിമ. അപ്പം അത് അവരുടെ ഒപ്പം ഇരുന്നിട്ട് കാണുകയാണ്. ഇൻഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ വേഗമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നൂട്ട കഴിക്കാൻ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഇവരൊക്കെ എല്ലാവരും കിടന്നു. ആരി മാതൃശ്വത വീണ്ടും സിനിമ കാണാണ്. തേജു ഇതേ നടുക്ക് പോയിട്ട് കിടന്നിട്ട് സിനിമ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ അതിൻ്റെ ഇടയിൽ നമ്മുടെ വിൻചാട്ടൻ വന്നോട്ടാ. ബീഫൊക്കെ ഉള്ള കാരണം തന്നെ വിൻചാട്ടൻ പുറത്തുനിന്ന് കഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ, വീട്ടിൽ വന്നിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചോറൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ വന്ന് കയറിയപ്പോൾ 3 ഫോണൊക്കെ കയ്യിലിട്ട്. അപ്പം ഞാൻ ഇതെന്തത് 3 ഫോൺ എന്ന് ചോദിച്ചപ്പോൾ പുതിയത് വാങ്ങിയതാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയിട്ട് ഈ ഒരു ടൈമിൽ ഇതിന് വാങ്ങാനുള്ള ബഡ്ജറ്റ് എവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചേട്ടൻ്റെ ഓഫീസ് ഫോണിൽ എന്തോ സപ്പോർട്ട് ആവണില്ല, ഇപ്പോൾ ജോബിൻ്റെ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് അതിലെന്തോ സെറ്റ് ആവണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയൊരു സെറ്റ് വാങ്ങിയേ പറ്റൂ എന്നും പറഞ്ഞിട്ട് നമ്മൾ EMI ആട്ടാ വാങ്ങിയേക്കണത്, റെഡി ക്യാഷിനൊന്നും അല്ലേ. അപ്പോൾ ഇത് ഏതോ റെമിനിയോ ആണ് ഫോൺ കിട്ടുക. അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കൊടുന്ന് കണ്ടു. അപ്പോൾ തേജുവിൻ്റെ വിചാരം, തേജുവിന് ഭയങ്കര സന്തോഷം, എനിക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു, എനിക്ക് 40 Pro Max വാങ്ങിക്കൊടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കയ്യോടെ തന്നെ വിൻഷാട്ടിൻ്റെ ഓഫീസ് ഫോൺ മാറ്റി വെച്ചുട്ടോ. കാരണം 3 ഫോണൊക്കെ ഉണ്ടാവും. ഒന്നാമത് അവന് വിൻഷാട്ടൻ വന്നു കഴിഞ്ഞാൽ അവൻ ആ ഫോൺ വേണം, അല്ലാണ്ട് ഞാൻ ഫോൺ കൊടുക്കില്ല കേട്ടോ. കുറച്ച് പേരിങ്ങനെ പറയാറുണ്ട് തേജുവിന് ഫോൺ കൊടുക്കൽ കുറയ്ക്കുക. അപ്പോൾ ഫോൺ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവനങ്ങനെ ഫോൺ അങ്ങനെ കൊടുക്കുന്നില്ല. ആകെ കൂടി വിൻഷാട്ടൻ വരുമ്പോൾ ആ ഓഫീസ് ഫോൺ തേജു കൊടുക്കും, അതിൽ ഗെയിം കളിക്കും. ആ വരുന്ന ടൈം അറിയാലോ, 9 മണി 9:15 വിൻഷാട്ടൻ ജോലി കഴിഞ്ഞ് വരിക. ആ വന്നിട്ട് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ആയിരിക്കും കുത്തി വയ്ക്കും വന്ന വഴിക്ക്. പിന്നെ
കുറച്ച് നേരമാണെന്ന് കയ്യിൽ ഫോൺ കിട്ടുക ചേട്ടനുണ്ടെങ്കിൽ മാത്രമല്ലാണ്ട് ഫുൾ ഫോൺ അഡിക്റ്റ് ഒന്നും അല്ല കേട്ടോ. അങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. അതായത് എൻ്റെ ഫോൺ എന്തായാലും ഞാൻ അവർ കൊടുക്കില്ല. വിൻചേട്ടൻ്റെ ഫോണും കൊടുക്കില്ല. ഓഫീസ് ഫോൺ കുറച്ച് ടൈം. പിന്നെ വിൻചേട്ടൻ എത്രത്തോളം നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാലോ. കൂടുതലും ഞാനും തേജു തന്നെയാണ് നമ്മുടെ വീട്ടിൽ. വിൻചേട്ടൻ രാവിലെ പോണു, രാത്രി വരുന്നു. അങ്ങനെ പിന്നെ അതേപോലെ 3 കൂടിയിട്ട് ഗ്രൗണ്ടിലേക്ക് കളിക്കാനായിട്ട് പോണത്. 3 മണി 4 മണി കൊണ്ട് ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ തേജും വിൻചേട്ടനും ഇന്നും അതേ ഞായറാഴ്ചകളിലൊക്കെ വൈകിട്ട് ഗ്രൗണ്ടിൽ പോകാറുണ്ട് കേട്ടോ. അവിടെ ചാത്തന്നൂർ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാൻ പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ആദർശിനെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ ദേവി ഞങ്ങളോട് ടാറ്റ പറഞ്ഞിട്ട് പോയി. ആര്യ നല്ല തലവേദന, ആര്യക്ക് തീരെ വയ്യ, തലവേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് ആര്യ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇവർ കളിക്കാൻ പോയി. പിന്നെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് മീൻസ് എനിക്കൊരു ഡ്രസ്സിൻ്റെ കൊളാബ് ചെയ്യാണ്ടായിരുന്നു. നമ്മളിവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ, എന്താ പറയുക, ആദിയോഗി പോയപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയ ഷൂട്ട് എനിക്ക് ചെയ്യാണ്ടായിരുന്നു, അവർക്ക് പ്രൊമോഷൻ വീഡിയോ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ നിന്നൂട്ടാ. ചേട്ടനും ആദർശമൊക്കെ പോയിട്ടാ കളിക്കാൻ പോയിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ കിടന്നപ്പോൾ സമയം 5 മണിയിട്ടാ. ഇനി എനിക്ക് അടിച്ചു വരണം, മുറ്റടിക്കാൻ അവിടെ പണിക്കാരുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ മുറ്റടിക്കിയപ്പോൾ പോകണില്ല. നേരം വെളുപ്പിച്ചെങ്കിൽ മുറ്റടിക്കുന്നുണ്ടാവില്ല. അകം ഒന്ന് അടിച്ചു വരിയിട്ട് ആ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. പിന്നെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മേല് കഴുകിയിട്ട് നമ്മുടെ ചെടി നനയ്ക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ ചെടികൾ പൊട്ടിച്ച് കൊടുക്കുന്ന ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറേ പേര് ചെടി നടന്ന വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ നടന്ന വീഡിയോസൊക്കെ എടുക്കാട്ടാ. അപ്പോൾ ഞാനിത് ഈ ഒരു സൈഡിലാട്ടാ നട്ടേക്കണ്. ഇപ്പോൾ നട്ടതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭംഗി ഉണ്ടോ എന്ന് പറയണേ ഇവിടെ നട്ടത്. ഇത് നല്ല ഹൈറ്റിൽ വരുന്ന ചെടിയാട്ടോ. അതാണ് ഞാൻ ഈ ഒരു നമ്മുടെ മതിലിൻ്റെ അരിക്കിൽ കൊണ്ടിട്ട് വെച്ചത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചെടികളും എല്ലാവരും ഞാനിത് ഇങ്ങനെ നനച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം തലവേദന കുറഞ്ഞിട്ടുണ്ട് ആൾക്ക് കിട്ടും. അപ്പോൾ അവൾ ഉമ്മറത്ത് കുറച്ച് നേരം വന്നിരുന്നു. അപ്പോൾ ഇവരൊക്കെ ചായ കുടിച്ചിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേ ഞാൻ ഉമ്മറത്തിരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ചായ കുടിക്കാട്ടാ. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടികൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലപ്പോൾ വിൻചേട്ടനോ ആദർശമൊക്കെ വരാൻ ചിലപ്പോൾ വൈകിട്ടൊക്കെയും വരിക. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ബൈ.